ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് സൈക്കിളൊക്കെ റീസ്റ്റോർ ചെയ്യാൻ വന്നായിരുന്നു. അതിലൊരു സൈക്കിൾ നമ്മുടെ തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും പിന്നെ നമ്മളിവിടെ കിടക്കുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മളിവിടെ കിടക്കുന്ന കുറേ സാധനങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസൊക്കെ പറയാനും ചുമ്മാ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാനാണ്. വ്ളോഗ് എന്നും പറയാം. പിന്നെ നമുക്കൊരു ചെറിയൊരു റിവ്യൂ, നമ്മുടെ ആ സൈക്കിളിൻ്റെ ഒരു റിവ്യൂവും കൂടെ ചെയ്യാം. ഇപ്പം പിന്നെ ഞാൻ ആദ്യമേ തന്നെ രാവിലെ എണീച്ച് വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചു. പിന്നെ മടിച്ച് നേരെ ഇവിടെ ഈ പടുത കെട്ടിയേക്കുന്നതുകൊണ്ട് വെട്ടം കുറവായിരുന്നു. ചെറിയൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് വെട്ടം വന്നു. ഈ സൈക്കിൾ നമ്മൾ ഇവിടെ ഫുള്ള് അഴിച്ച് ആദ്യം തൊട്ട് പണിതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത് ആക്സിഡൻ്റ് ആയത് എൻ്റെ തന്നെ സൈക്കിളാണ്. ഞാൻ ഒരു കരിങ്ങി പോയി കയറി ബ്രേക്ക് കിട്ടാതെ പോയി ഇടിച്ചു. ഇവിടുന്ന് ഫുള്ളായിട്ട് അങ്ങ് ഒടിഞ്ഞു പോയി. എന്നുവെച്ചാൽ ഇതല്ല കേട്ടോ, ഇത് വേറെ സസ്പെൻഷൻ. ഇവിടെ വെച്ച് ഈ ഷോക്ക് അബ്സർവർ ഉണ്ടോ, ഈ ഷോക്ക് അബ്സർവറിൻ്റെ ഇവിടെ വെച്ച് അങ്ങ് ഒടിഞ്ഞു. ഇതാകത്തെ യൂസ് ചെയ്തിരുന്നത് നേരത്തെ. ഇപ്പോൾ പക്ഷെ അതല്ല, മാറി. നമ്മൾ പിന്നെ എന്നെ വെച്ച് വെച്ചാൽ നമ്മൾ വേറെ കൂട്ടുകാരൻ്റെ ഷോക്ക് അബ്സർവർ മാറാമെന്ന്. അപ്പോൾ അവന് വേറെ ഇവിടുന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് ഷോക്ക് അബ്സർവർ. അവന് ത്രെഡഡ് മാറി, ത്രെഡ് ലെസ് ആയി. അപ്പോൾ ഈ ത്രെഡഡ് നമ്മുടെ കിട്ടിയപ്പോൾ നമ്മൾ ഈ ഫ്രെയിമൊക്കെ കട്ട് ചെയ്ത് അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് ഈ ഷോക്ക് അബ്സർവർ കേട്ടോ. നമുക്ക് വേറെ ഷോക്ക് അബ്സർവർ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സൈക്കിൾ ഫുള്ളായിട്ട് ഊരി പീസാക്കി പെയിൻറ്റ് ചെയ്തു. സൈക്കിളെ ഫുൾ ഓയിൽ പെയിൻ്റ് കേട്ടോ. നമ്മൾ ഈ ഹെർക്കുലീസ് എന്നുള്ള സ്റ്റിക്കർ അവിടെ മാസ്കിൻ്റെ പഠിച്ചിട്ട് പുതിയ പെയിൻറ്റിങ് ചെയ്തു. ബാക്കി നമ്മളിത് ഇവിടെ ഇത് കണ്ടു, നമ്മൾ പുതിയ ഹാങ്ങിങ് സെറ്റപ്പോൾ വീട്ടിൽ അവിടെ സ്ക്രൂ ചെയ്യാനും സമ്മതിക്കാത്തപ്പോൾ ഈ പഴയ ഫോർക്ക് എടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറും കെട്ടിയത് നല്ല സ്ട്രോങ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കറക്റ്റിന് കെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് പണിയാം. അന്ന് പണിയാൻ വന്നപ്പോൾ 2-3 സൈക്കിൾ അടുപ്പിച്ച് റീസ്റ്റോർ ചെയ്യാൻ വന്നത്. ഒരു ഹീറോയുടെ കോട്ടും പിന്നെ ഈ ഹെർക്കുലീസിൻ്റെ ഡൈനാമിറ്റും. ആദ്യം അത് പണിത് ആ സമയത്ത് ഇവിടെ ടൂൾസ് മൊത്തം പരിക്കാതിരുന്നെല്ലാം ഇവിടെ കൊണ്ടിട്ടു. അത് പിന്നെ ഇവിടെ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കും. അതിനി ഒരു ദിവസം ശരിയാക്കണം. പിന്നെ ഇത് പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഹീറോ കോട്ട് എന്ന് പറയുന്ന സൈക്കിള്, അതിൻ്റെ ഓണർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ അവൻ്റെ പെങ്ങളുടെ സൈക്കിൾ കൊണ്ട് വന്നാണ്ട് അവൻ്റെ സൈക്കിൾ കൊണ്ടുപോയി. പെങ്ങളുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോയി. ഇനി അവന് തിരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കണം. എന്തോ ചെയ്യാൻ, ഓരോരോ പണിയാണ്. ഇനി മെയിനായിട്ട് പിന്നെ പറയുവാണേ ഈ സൈക്കിളിൻ്റെ തന്നെ വിശേഷങ്ങൾ തന്നെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഇവിടെ ചുമ്മാ കിടക്കുമായിരുന്നു. കുറേ നാളായിട്ട് ഇവിടെ സൈക്കിളുകളുടെ ഫ്രെയിമുകൾ കൂടിയിട്ട് കൊടുത്ത് വെറുതെ കിടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഈ സിങ്ങാമല്ല കണ്ടോ, ഈ സിങ്ങാം ഫ്രെയിം വേറെ, സിങ്ങാം പോലത്തെ ഈ സാധനം വേറെ. ഇതിന് ഈ സിങ്ങാം ഫുള്ള് സ്ട്രെയിറ്റ് സിങ്ങാം വെക്കാൻ വേണ്ടിയായിരുന്നു, ഈ ബെൻഡ് ഇല്ലാത്ത മോഡല്. പക്ഷെ വെക്കാനുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക് ചെയ്യുന്നില്ല. ഡിസ്ക് ചെയ്യാത്തതുകൊണ്ട് ഈ ഡിസ്കിൻ്റെ ഹോൾഡർ വരുന്ന മോഡലാണ്. അപ്പോൾ പിന്നെ ഇതിന് ബ്രേക്സിൻ്റെ ഹോൾഡറും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കിയിട്ട് പഴയത് തന്നെ ഫുൾ ഓയിൽ പെയിൻ്റ് കേട്ടോ. നമ്മളൊരു സ്പ്രേ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫുൾ ഓയിൽ പെയിൻറ്റ് തീർത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രെയിം കിടപ്പുണ്ട്. അത് പണ്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാ. വെച്ചാൽ അന്ന് നമുക്ക് സ്റ്റണ്ടിങ്ങിന് വേണ്ടി ഒരു സൈക്കിൾ ഫ്രെയിം വേണമായിരുന്നു അത്യാവശ്യമായിട്ട്. അതെടുക്കാൻ വേണ്ടി അത് നമ്മളന്ന് വാങ്ങിച്ചു കുട്ടിയൊക്കെ ഇട്ട് അത് ചെറിയ ചളുക്കം ഉണ്ടായിരുന്നു, നൂർത്ത്. പക്ഷേ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാകാത്തതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മളവിടെ ചുമ്മാ ഇട്ടേക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും ക്ലാമ്പുകളോ എന്തെങ്കിലും അതിൽ നിന്ന് ആവശ്യമുള്ള പാർട്സ് വല്ലതും എടുക്കാമെന്ന് ആലോചിച്ച്. പിന്നെ ഇവിടെ 2-3 റിമ്മുകൾ കിടപ്പുണ്ട്. വെച്ചാൽ നമ്മളെ ഈ ഗിയർ സൈക്കിളിലായിരുന്നു, അതിൻ്റെ ഫ്രീ വീല് പൊട്ടിപ്പോയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ലോക്ക് ഇട്ട് പിടിച്ചിട്ട് അത് ഊരി വന്നില്ല, അതിൻ്റെ ഫ്രീ വീൽ സെക്ഷൻ. പിന്നെ നമ്മൾ അത് വേസ്റ്റ് ചെയ്യേണ്ട വന്ന റിമ്മ് ആക്കും. പിന്നെ അത് ഇനി എന്തെങ്കിലും കാണിച്ച് ഒരു ഹബ്ബും എല്ലാം മാറ്റിയിട്ട് വേറെ ഹബ്ബ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ അയ്യോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു റിമ്മ് കിടപ്പുണ്ട്. ഇത് പിന്നെ ഞാൻ തന്നെ നേരത്തെ ചുമ്മാ രസത്തിന് പെയിൻറ്റ് ചെയ്ത റിമ്മായിരുന്നു, വേറെ ഈ സീബ്ര ക്രോസിങ് പോലെ. പക്ഷേ ഇതിൻ്റെ സ്പോക്ക് ലൂസായതുകൊണ്ട് ചെറിയൊരു ആട്ടം ഉള്ളതുകൊണ്ട് ഇതെടുത്തില്ല. നേരത്തെ ഞാൻ സിങ്ങാമ് കാണിച്ചില്ലായിരുന്നു പ്ലെയിൻ, അതിൻ്റെ ഒരു ബോഡി ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, ബോഡി. അവത്തേൽ ഇനി ഈ സിങ്ങാമ് തിരിച്ച് കയറ്റി ഒന്ന് പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു കസിന് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ സൈക്കിൾ നമുക്ക് സ്റ്റണ്ടിങ്ങിന് വേണ്ടി. അത് പിന്നെ നമ്മളെ ഈ ഫ്രെയിമാണ് മെയിനായിട്ട് നമ്മൾ സ്റ്റണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇതാ വാങ്ങിച്ചത് കണ്ടോ. ഇത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേറൊരെണ്ണം നമ്മുടെ ഡൗൺ ഹിൽ ഫ്രെയിം ഇരിപ്പുണ്ട്, അതിന് ഷോക്ക് അബ്സർ അവിടെ ഇരിപ്പുണ്ട്. ഷോക്ക് അബ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാമ്പ് കറക്റ്റ് ആയില്ലേ. അപ്പോൾ ക്ലാമ്പ് കറക്റ്റ് ആയത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നം പറ്റി എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം ക്ലാമ്പ് ഒരഞ്ഞൊരഞ്ഞ ഇവിടുത്തെ ഇതുണ്ട്, ഈ ഇരുമ്പിൻ്റെ പീസ് കണ്ടോ, ഇതുണ്ടോ ഫുള്ളങ്ങ് ഇരുമ്പ് അങ്ങ് അലുമിനിയം ചെത്തി കളയുമായിരുന്നു. ഹാൻഡിൽ വെറുതെ കിടന്ന് ബെയറിങ്ങിലല്ല തിരിഞ്ഞുകൊണ്ടിരുന്നത്, വെറുതെ കിടന്ന് തിരിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പോയി. എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ്സെറ്റ് മൊത്തം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വഴിയില്ല. പിന്നെ ഇനി നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൈക്കിളിൻ്റെ ഈ സൈക്കിള് ചെയ്ത് മെയിൻ ഓരോരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന മോഡൽ വൈഡ് ഹാൻഡിലായിരുന്നു, അതെല്ലാം മാറ്റി നമ്മൾ ഹീറോയുടെ തന്നെ ഒറിജിനൽ ഒരു ഹാൻഡിലും ഒറിജിനൽ അതിൻ്റെ ഒരു അഡാപ്റ്ററും
ഫുൾ അഡാപ്റ്റർ സെറ്റും ചെയ്തു വാങ്ങിച്ചു. അഡാപ്റ്റർ പുതിയതാണ്, ഹാൻഡിൽ പഴയതാ. പിന്നെ നമ്മളൊരു ഫോക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒറിജിനൽ ഫോക്സിൻ്റെ അല്ല, വെറും ഒരു നോർമൽ കമ്പനി ഫോക്സ് എന്ന് പറയുന്ന സസ്പെൻഷൻ. അത് അത്ര വലിയ അലൈൻമെൻ്റ് ഒന്നും ശരിയല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫ്രീ ആയിട്ട് ചുമ്മാ അങ്ങ് സസ്പെൻഷൻ അങ്ങ് വർക്കാവുക എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത്നെസ് ഇല്ല, ഒരു വല്ലാതെ അലമ്പായിട്ടാണ് വർക്കാകുന്നത്. പിന്നെ നമ്മുടെ മഡ് ഗാർഡെല്ലാം നമ്മൾ ഒരു പെയിൻറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പുതിയ വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഇവത്തെ എല്ലാം പഴയ നേരത്തെ ഇവിടെ ചുമ്മാ ഇട്ടിരുന്ന സമയത്ത് പെയിൻ്റൊക്കെ തെറിച്ചഴുക്കായതുകൊണ്ട് അത് ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ റിമ്മ് മെയിനായിട്ട് ഇതിന് ഇരുന്നത് ഇരുമ്പിൻ്റെ റിമ്മ്, അത് നമ്മൾ മാറ്റി അലോയ് റിമ്മാക്കി. എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ഇരുമ്പിൻ്റെ റിമ്മായിരുന്നു, കണ്ടോ, ഈ ഇരുമ്പിൻ്റെ റിമ്മായിരുന്നു ഇരുന്നത്. അത് പിന്നെ നമ്മൾ മാറ്റി അതിന് ചെറിയ ബെൻഡൊക്കെ വന്നു, ഇടിച്ചായിരുന്നു, ഫ്രണ്ട് ഇടിച്ചിട്ട് ഒടിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഫുള്ള് മാറ്റേണ്ട വന്നു, അതെല്ലാം മാറ്റി. പിന്നെ നമ്മൾ ഇതിന് പുതിയ ചെയിൻ വെച്ചു, ഡിറൈലിയർ മാറി, PRL-ൻ്റെ ഒരു പുതിയ ഡിറൈലിയർ ഇട്ടു, സസ്പെൻഷൻ മാറി. സസ്പെൻഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഒരു കമ്പി, അകത്തൊരു പോകുന്ന കമ്പി മാത്രം മാറി. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും മാറേണ്ട ആവശ്യം, നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്യില്ല, നമ്മൾ അധികം ബഡ്ജറ്റ് ഇറക്കാണ്ട് ആ ഒരു കമ്പി ചെറുതായിട്ട് ഇതൊരു റെസ്റ്റ് വന്ന് ചെറിയ കംപ്ലൈൻറ്റ് അത് മാറി. ബാക്ക് മഡ് ഗാർഡും അതുപോലെ പെയിൻറ്റ് ചെയ്തു. സൈക്കിൾ ഫ്രെയിം ഫുൾ ബ്ലാക്ക് ഓയിൽ പെയിൻറ്റ് തന്നെ അടിച്ചു. ബാക്ക് സിങ്ങാമും അടിക്കും. ഫ്രീ വീല് നമ്മുടെ വേറൊരു നോർമൽ കമ്പനി ഒരു 340 രൂപ 350 രൂപ ആ റേറ്റ് വരുന്നത് നോർമൽ ഫ്രീ വീല്, പക്ഷേ നല്ല രീതിക്ക് സൗണ്ട് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ നമ്മുടെ സൈക്കിളിൽ വന്നിരുന്ന ഒരു നോർമൽ സ്റ്റാൻഡ്, അതിന് 1 ഹോൾ സ്റ്റാൻഡ് ആയിരിക്കുന്നത്, ഇനി 2 ഹോളിലോട്ട് മാറ്റാനുള്ള പ്ലാനിലാണ്. നമ്മൾ അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ സെറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ റിമ്മിൻ്റെ ഉൾപ്പെടെ നമ്മൾ നല്ല ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ബാക്കിൽ നിന്ന് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടയർ എന്ന് വെച്ചാൽ ബെഡ്റോക്ക് പ്രീമിയം സീരീസിലെ ഒരു ടയർ. അതിന് ഏകദേശം 1000 റുപ്പീസ് ഒരു ടയർ 1 പീസിന് വരും. പക്ഷെ നമ്മൾ നേരത്തെ നമ്മുടെ സ്റ്റെൻഡിങ് സൈക്കിളിലായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്ര ഗ്രിപ്പ് കൂടുതലും സ്റ്റെൻഡിങ് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഉള്ള പൈസ എല്ലാം കളയാതെ ഏതെങ്കിലും ഒരു സൈക്കിൾ നമുക്ക് ഓടിക്കാൻ വേണ്ടതുകൊണ്ട് നമ്മൾ അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു. പിന്നെ റിമ്മെന്ന് പറഞ്ഞാൽ മറ്റേ ഹീറോ എന്ന് പറഞ്ഞാൽ കോട്ടൺ എന്ന് പറഞ്ഞ സൈക്കിളെ നമ്മൾ മാറിയായിരുന്നു റിമ്മുകൾ. അതിൻ്റെ 2 അലോയ് റിമ്മാണ് ഇത് രണ്ടും. അത് രണ്ടും നമ്മൾ നൈസിന് ഇതിനകത്തോട്ടാക്കി. അതിന് വേറെ റിമ്മ് നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത് ഡിസ്കിൻ്റെ ഹോൾഡിങ് വരുന്ന റിമ്മ് വെച്ചുകൊണ്ട് പിന്നെ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മെയിനായിട്ടെന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർലിറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, കണ്ടോ, സ്റ്റാർലിറ്റിൻ്റെ ഒരു റോൾ ഓൺ ഷിഫ്റ്ററാണ് വെച്ചേക്കുന്നത്. റോൾ ഓൺ ഷിഫ്റ്ററും വെച്ച് 6 സ്പീഡിൻ്റെ. പക്ഷേ നമ്മുടെ മെയിൻ വിഷയം എന്നാ വെച്ചാൽ നമ്മുടെ ഫ്രീ വീൽ 7 സ്പീഡാണ്, പക്ഷേ ഷിഫ്റ്റിംഗ് സെറ്റിങ് മൊത്തം 6 സ്പീഡാണ്. അത് നമുക്ക് പിന്നെ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഇതൊന്ന് മാറിയാൽ മതി. പക്ഷേ നമുക്കിത് മാറാൻ മടി, ഇത് പക്ഷേ ഇത് നമുക്ക് കിട്ടിയപ്പോൾ തൊട്ടേ ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മാറാം, ഒരു മടി ആയതുകൊണ്ടാണ് നമ്മൾ മാറാതിരിക്കുന്നത്. പിന്നെ നമ്മളെ ക്രാങ്കൊക്കെ ഇതിൻ്റെ തന്നെ ക്രാങ്ക് മാറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഇവിടുത്തെ നട്ട് ജാം ആയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ നമുക്കത് കട്ട് ചെയ്താൽ കളഞ്ഞിട്ട് പൈസ ഉള്ളപ്പം വേറെ നല്ല ഒരെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ സീറ്റ് കവർ മാറി, നോർമൽ 100 രൂപ കൊടുത്ത സീറ്റ് കവർ വാങ്ങിച്ചു. വാട്ടർ പ്രൂഫാണ് കേട്ടോ, നല്ല കുഷനും ഉണ്ട്. പക്ഷെ വെള്ളം കയറുമൊന്നും പേടിക്കാൻ വേണ്ട. ഈ സൈഡൊക്കെ ലെതറാണ്. അത് നമ്മൾ എല്ലാ സൈക്കിളുകളിലും അപ്പച്ചന്മാരുടെ സൈക്കിളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, അത് സെറ്റ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ പഴയ തന്നെ ലിവറാണ്, പക്ഷേ ഈ സൈഡിലെ ലിവർ നമുക്ക് ഒടിഞ്ഞു പോയായിരുന്നു കയറി ഇടിച്ച സമയത്ത്. അപ്പോൾ ഇത് മാറി. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇത് മാറുന്ന നമ്മൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൻ്റെ പീസ് നമ്മുടെ ബോക്സ് പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഹാഫ് ഗ്രിപ്പ് എടുത്തിട്ട് ഇതിന് കയറ്റി വിത്ത് വാഷർ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാഷർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് തിരിക്കുമ്പോൾ അത് ചെറിയൊരു പിടുത്തം വരും. അതൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും കേബിൾസ് എല്ലാം മാറി, ബ്രേക്ക് കേബിൾ മാറി. അതിന് എന്ന് വെച്ചാൽ ഫുൾ ക്ലാമ്പ് കൂടെ മാറി, നമ്മൾ പഴയ ക്ലാമ്പ് യൂസ് പുതിയ ക്ലാമ്പ് എല്ലാം, ബ്രേക്ക് ഷൂസ് എല്ലാം മാറി. പിന്നെ നമ്മൾ ഗിയറിൻ്റെ കേബിൾ മാത്രം ഇവിടെ പഴയതാണ് ചോദിച്ചാൽ ഗിയറിൻ്റെ കേബിളുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഈ മിക്ക സൈക്കിളുകളിലും എല്ലാം ഓരോരുത്തർ കണക്ഷൻസ് ഉണ്ട്. ഈ സൈക്കിൾ ഗിയർ വരാത്തൊരു മോഡലാണ്, ഹെർക്കുലീസിൻ്റെ ഡൈനാമിറ്റാണ്. ആ ഒരു മോഡലായതുകൊണ്ട് ഇതിന് ഗിയർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസിന് ഓരോ വയറുകളും ജോയിൻറ്റ് വിട്ടാൽ അത് എയർ സർക്കുലേഷനും കൂടുതലാണ്. അതിനകത്തൂടെ നമുക്ക് ഇടയ്ക്ക് ഗിയർ കേബിൾ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓയിൽ ഒഴിക്കാൻ പറ്റും. ഓയിൽ ഒഴിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ടായിരുന്നു. അത്രയുമാണ് ഈ സൈക്കിളെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള പണികളെല്ലാം ചെയ്ത്. പിന്നെ ഫുള്ളൊരു ഒരു ടയറാണ് മെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ബൾക്കിഷ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഈ സൈക്കിൾ. നമ്മൾ മെയിനായിട്ട് ഇത്രയും രൂപ ഏകദേശം നമുക്ക് ആ പടം 1000 രൂപ താഴെ മാത്രമേ നമുക്ക് ഈ സൈക്കിളിന് പണി വന്നിട്ടുള്ളൂ മൊത്തം ചെയ്ത് ഈ ഒരു ലുക്കിലോട്ടാക്കാൻ വേണ്ടി. ബാക്കി എന്തോ കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ സൈക്കിൾ ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ നമ്മൾ ചോദിക്കാം. നമുക്ക് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട് G6 കസ്റ്റംസ് എന്ന്. പിന്നെ നമുക്ക് 2 പ്രൈവറ്റായിട്ട് നമുക്കൊരു സ്റ്റണ്ട് പേജും ഉണ്ട്, നമുക്കൊരു പ്രൈവറ്റ് പേജും ഉണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ക്യാപ്ഷനിൽ നല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് എന്തോ സംബന്ധമായിട്ട് ഈ സൈക്കിള് നമ്മുടെ പ്ലേസ് വരുന്ന റാന്നിക്കടുത്ത് തിയാടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എന്തോ പാർട്സ് ആണെങ്കിലും കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്ലാനിങ് ഉണ്ടെന്ന് ഓർത്തോ, നിങ്ങളത് ഞങ്ങളോട് പറയുക. ഞങ്ങളത് പറ്റുന്ന രീതിയാണ്, ഞങ്ങൾ വില കുറച്ച് അത് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും ഞാൻ എൻ്റെ ഫോൺ നമ്പറെല്ലാം
എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്നെ എന്തുകൊണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുക. കാര്യം വെച്ചാൽ നമുക്ക് ഓരോരോ എന്തോ സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് എന്താ വെച്ചാൽ ചിലവ് കുറച്ച് മാക്സിമം കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, പിന്നെ യൂട്യൂബും മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം വരാൻ വേണ്ടി ബെല്ലൈക്കണും ഓൺ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. ഇപ്പം നമ്മൾ ഈ റീഷ്യോ കണ്ടല്ലോ, നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമുക്കിനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് വീഡിയോയും എടുക്കണം. മറ്റുവാണെങ്കിൽ അതിൻ്റെ നമ്മളെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു ക്വിക്ക് റിവ്യൂ എടുത്ത് നമ്മുടെ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ്. ഇറ്റ്സ് മീ ഗൈറോഗ് സൈനിങ് ഔട്ട്.